വ്യക്തമാണ്. നന്ദി അഡ്വക്കേറ്റ് ജി മുരളീധരൻ. സെയ്ഫ് തുടരുന്നുണ്ട്. സെയ്ഫ് നേരത്തെ സൂചിപ്പിച്ചു വന്നിരുന്നതിനകത്ത് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സിൻഡിക്കേറ്റ് സ്റ്റാറ്റ്യൂട്ടിലെ കൃത്യമായ പ്രൊവിഷനും ക്ലോസും ഒക്കെ നോക്കിക്കൊണ്ടാണ് അവർ അതിനകത്തൊരു നിലപാടെടുത്തിരിക്കുന്നത്. അത് സ്വാഭാവികമായും കോടതിയിൽ അറിയിക്കുകയും ചെയ്യും. പക്ഷേ ഈ VC ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നു. കാരണം ഇന്ന് ഈ സസ്പെൻഷന്റെ കാര്യത്തിൽ നിയമനാധികാരിയായി സിൻഡിക്കേറ്റ് ഒരു തീരുമാനം നിർബന്ധമായും എടുക്കേണ്ടതുണ്ടായിരുന്നു. കാരണം നാളെ അത് കോടതി അറിയിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പേ ഇടയ്ക്ക് വെച്ച് VC 2 സെനറ്റ് അംഗങ്ങളുടെ ബലത്തോടു കൂടി ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് VC മനസ്സിൽ കണ്ട ഒരു ലക്ഷ്യം എന്തായിരിക്കും? അതിന് പിന്നിൽ പല രാഷ്ട്രീയ കാരണങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം സൈഫുദ്ദീൻ. കാരണം മോഹൻ കുന്നുമ്മേൽ രാജ്ഭവനുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. അദ്ദേഹം ഒരു യാത്ര പോകുമ്പോൾ അത് ചുമതല നൽകുന്നത് സിസ തോമസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. സ്വാഭാവികമായിട്ട് സർക്കാരുമായി കഴിഞ്ഞ കുറേ നാളുകളായി നിയമപോരാട്ടം നടത്തുന്നയാളാണ്. സാങ്കേതിക സർവകലാശാല VC ആയി അവരെ ചുമതലപ്പെടുത്തിയത് മുതൽ, ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലപ്പെടുത്തിയത് മുതൽ അവരുമായി സംസ്ഥാന സർക്കാർ പോരിലാണ്. അവർ വിരമിച്ചതിന് ശേഷം അവർക്ക് ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. അങ്ങനെ സർക്കാരുമായി പോരടിച്ച് നിൽക്കുന്ന ആളാണ് സിസ തോമസ്. അതിനൊപ്പം തന്നെ മോഹൻ കുന്നുമേലുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും മന്ത്രിമാരടക്കം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. RSSകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് മോഹൻ കുന്നുമേൽ എന്നൊക്കെ CPMന്റെ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പല രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്, സിൻഡിക്കേറ്റ് പറയുന്ന ഇപ്പോൾ മുരളീധരൻ പറഞ്ഞ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിലെ ചില കാര്യങ്ങൾ ഉണ്ട്. നിയമനാധികാരി ആരാണോ ആ നിയമനാധികാരിയാണ് അത് തീരുമാനമെടുക്കേണ്ടത്. VCക്ക് നടപടിയെടുക്കാം. പക്ഷേ VC നടപടിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ അതുകൊണ്ടൊന്ന് റാക്ടിഫൈ ചെയ്യണം. അത് റാക്ടിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയിപ്പോൾ നാളെ കോടതിയിൽ കാണാൻ പോകുന്ന വ്യത്യസ്തമായൊരു കാഴ്ച സൈഫുദ്ദീൻ, അത് കുറച്ചുകൂടെ രൂക്ഷമായിരിക്കും. കാരണം ഈ താൽക്കാലിക VC ആയ സിസ തോമസിന് വേണ്ടി അവരുടെ ഒരു അഭിഭാഷകൻ കോടതിയിൽ ഹാജരായി നിലപാട് പറയുന്നുണ്ട്. അവർ പറയുന്ന നിലപാട് താൻ യോഗം ഡിസോൾവ് ചെയ്തതിന് ശേഷം എടുത്ത തീരുമാനമാണ് എന്ന് പറയും. അതേസമയം തന്നെ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ പറയാൻ പോകുന്നത് സിൻഡിക്കേറ്റാണ് നിയമനാധികാരി, സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ആ സസ്പെൻഷൻ റദ്ദ് ചെയ്തു എന്നുള്ളതാണ് എന്ന് പറയും. അതിനകത്ത് തീരുമാനമെടുക്കേണ്ട അന്തിമ ബോഡി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചായ ജസ്റ്റിസ് നഗരേഷാണ്. അദ്ദേഹം ഇനി സിൻഡിക്കേറ്റിനെതിരായിട്ടാണ് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ്, അവർക്ക് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി നേരിടുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകും. അതാണ് നിയമപരമായി അവർ എടുത്തിരിക്കുന്ന തീരുമാനം. അത് ഇടതുപക്ഷത്തെ 19 സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ 18 സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രം എടുത്ത തീരുമാനമല്ല, CPM നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല. നിയമപരമായ പോരാട്ടം ഈ വിഷയത്തിൽ തുടരും. അതുകൊണ്ട് ഈ വിഷയം ഹൈക്കോടതിയിൽ നാളത്തോടു കൂടി അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങൾ നിയമ പോരാട്ടത്തിൻ്റെ ദിവസങ്ങൾ തന്നെ ആയിരിക്കും സൈഫുദ്ദീൻ. തീർച്ചയായും കാര്യങ്ങൾ ഇന്നത്തോടുകൂടി കൂടുതൽ സങ്കീർണമായിരിക്കുന്നതുകൊണ്ട് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക്, വ്യവഹാര യുദ്ധത്തിലേക്ക് കൂടി ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി പോകുമോ എന്ന ഒരു ചിന്തയാണ് ഈ ഘട്ടത്തിലുള്ളത്. നാളെ എന്തായാലും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ നിശ്ചയമായും എന്ത് നടപടി സ്വീകരിച്ചാലും അത് ബെഞ്ചിൽ നിൽക്കില്ല. അടുത്ത ബെഞ്ചിലേക്ക് നിശ്ചയമായും 2 കക്ഷികളും പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല.